ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആഭ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലിങ്കിൽ കയറിയിട്ട് ക്രിയേറ്റ് വിത്ത് ആധാർ കൊടുത്തിട്ട് ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ആയിരിക്കണം. OTP വരുന്നതാണ്. ആധാർ നമ്പർ കൊടുത്ത് ഐ അഗ്രി കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മൊബൈൽ നമ്പറും കൊടുക്കണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ ID കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. ഈ ആധാർ കാർഡ് ഒരു പേപ്പർലെസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ഇൻഷുറൻസും ആനുകൂല്യങ്ങൾ കിട്ടുന്നതല്ല. ഇൻഷുറൻസ് കാർഡ് അല്ല ഇത്. ഇതൊരു ഹെൽത്ത് ID എന്നാണ് ഇതിന് പറയാം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പേപ്പർലെസ് ആയിട്ട് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം ഈ കാർഡ് വഴി ആയിരിക്കും ഇനി വരുന്ന കാലങ്ങളിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഇമെയിൽ ID കൊടുത്തിട്ട് വെരിഫൈ ആവും. അത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡ്രസ്സ്, അതായത് എൻ്റർ ആഭ അഡ്രസ്സ് ഒന്നുണ്ടാവും. ഒന്നുമില്ലാതെ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ പേരോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പേര് അല്ലെങ്കിൽ പേരും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പേര് ജനിച്ച വർഷം, പേര്, മൊബൈൽ നമ്പർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള ഒരു യൂസർ ID അത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു PDF ജനറേറ്റ് ആയിട്ട് വരും. ആ PDF നമുക്ക് ഡൗൺലോഡ്